കുട്ടികൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ചു പഠിക്കാനായി കിഡ്സ് ഇംഗ്ലീഷ് 5, 6, 7 ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി എല്ലാ ശനിയാഴ്ചയും പൊതു അവധി ദിവസങ്ങളിലും ഇംഗ്ലീഷ് സംസാരിച്ചു പഠിക്കാനായി റെസിഡൻഷ്യൽ ക്യാമ്പുകൾ. കിഡ്സ് ഇംഗ്ലീഷ് ബാച്ച് അഡ്മിഷൻ തുടരുന്നു. പാറ്റ് ഇന്റർനാഷണൽ നിയർ ഹൈസ്കൂൾ പൂക്കോട്ടുംപാടം. സഖാവ് കുഞ്ഞാലി രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ ചോക്കാട് കാളികാവ് മേഖലാ കമ്മിറ്റികൾ സംയുക്തമായി മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ രക്തബാങ്കുമായി സഹകരിച്ച് നടത്തിയ പരിപാടിയിൽ 72 പേർ രക്തം നൽകി. ഉതിരംപോയിൽ GLP സ്കൂളിൽ നടന്ന ക്യാമ്പ് CPM ജില്ലാ കമ്മിറ്റി അംഗം E പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം സംസാരിച്ച് നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തുള്ള നേരെ എതിർവശത്തുള്ള INDC ഓഫീസിൻ്റെ ജനലഴികളിൽ നിന്ന് നീട്ടിപ്പിടിച്ച തോക്കിൽ നിന്നുള്ള വെടിയുണ്ടയേറ്റാണ് അദ്ദേഹം 69 ജൂലൈ 26 വൈകുന്നേരം പിടഞ്ഞു വീണത്. മരിക്കുന്ന സമയത്ത് നമുക്കറിയാം അദ്ദേഹം ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൻ്റെ MLA ആയിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ജനപ്രതിനിധി രക്തം ചിന്തി മരിക്കേണ്ടി വന്നത് സഖാവ് കുഞ്ഞാലിയാണ്. ശത്രുക്കളാൽ വെടിവെച്ച് കൊല്ലപ്പെട്ടത് സഖാവ് കുഞ്ഞാലിയാണ്. MLA ആകുന്നതിന് മുമ്പ് അദ്ദേഹം ഈ കാളികാവും ചോക്കാടുമെല്ലാം ചേർന്ന കാളികാവ് പഞ്ചായത്തിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്നു. കാളികാവ് പഞ്ചായത്ത് രൂപീകരിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്നു. നിലമ്പൂർ മണ്ഡലം രൂപീകരിച്ചപ്പോൾ നിലമ്പൂരിൻ്റെ ആദ്യത്തെ MLA ആയിരുന്നു. പക്ഷേ MLA, പഞ്ചായത്ത് പ്രസിഡന്റ്, ജനപ്രതിനിധി എന്നതിലുപരിയായി ഈ പ്രദേശത്തുള്ള നമ്മുടെ തൊട്ടടുത്തുള്ള പുല്ലങ്കോട് എസ്റ്റേറ്റ്, ആർത്തല എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള തോട്ടം മേഖലയിലെ ഏറ്റവും ദരിദ്രരായ പാവപ്പെട്ട അങ്ങേയറ്റം നരകയാതന അനുഭവിച്ചിരുന്ന തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് അവരെ അവകാശബോധമുള്ളവരാക്കി മാറ്റി, അഭിമാനമുള്ളവരാക്കി മാറ്റി, തോട്ടം ഉടമകളോടും അവരുടെ കൂലിപ്പടയോടും ഏറ്റുമുട്ടി അവരെ സംരക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ പ്രവർത്തനം നടത്തിയത്. അക്കാലത്തെ പാവപ്പെട്ട കർഷക തൊഴിലാളികളെയും കൃഷിക്കാരെയും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് വലിയ പോരാട്ടങ്ങളാണ്. നമുക്കിന്ന് ആലോചിക്കാൻ പോലും കഴിയാത്ത അത്ര ത്യാഗനിർഭരമായ, അങ്ങേയറ്റം പ്രയാസകരമായ പോരാട്ടങ്ങളാണ് സഖാവ് കുഞ്ഞാലി പാവപ്പെട്ടവർ. സഖാവ് കുഞ്ഞാലി രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി നാടെങ്ങും വിവിധ പരിപാടികളാണ് നടക്കുന്നത്. സഖാവ് കെ കുഞ്ഞാലിക്ക് വെടിയേറ്റത് 1969 ജൂലൈ 26 അന്ന് വൈകുന്നേരം അമരമ്പലം പഞ്ചായത്തിലെ ചുള്ളിയോട് പാർട്ടി ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങി ജീപ്പിൽ കയറുന്നതിനിടെയാണ് അദ്ദേഹത്തിന് വെടിയേറ്റത്. തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 1969 ജൂലൈ 28 അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. കുഞ്ഞാലി വെടിയേറ്റ ദിവസം എന്നതിനാലാണ് ജൂലൈ 26 രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. 100-ലധികം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ഇതിൽ 72 പേർ രക്തം ദാനം ചെയ്തു. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി രക്തബാങ്കിലേക്കാണ് രക്തം നൽകിയത്. ഉദ്ഘാടന ചടങ്ങിൽ ഡിവൈഎഫ്ഐ കാളികാവ് മേഖലാ സെക്രട്ടറി മുർഷിദ് അധ്യക്ഷത വഹിച്ചു. ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സാലിം, CPM ചോക്കാട് ലോക്കൽ സെക്രട്ടറി KT മുജീബ്, ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി NM ഷഫീഖ്, നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് ദീപക്, ട്രഷറർ K റനീത്, ചോക്കാട് മേഖലാ സെക്രട്ടറി K റിയാസ്, E രാഹുൽ, ഇർഷാദ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാളികാവ്.